നമസ്കാരം. അപ്പോൾ പാലും പഴം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയാണ് തിയേറ്ററിൽ നമ്മൾ എത്തിയത്. മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു നടിയെ പ്രേക്ഷകർ വലയം ചെയ്തതിനു ശേഷം പുറത്തേക്ക് നീങ്ങാനോ മാറാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഗംഭീര തിരക്കായിരുന്നു മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറെ കാണാൻ. ശരിക്കും മീര ജാസ്മിനെ കാണുന്നതിന് വേണ്ടി തൊട്ടടുത്ത് എത്തിയെങ്കിലും തീർച്ചയായിട്ടും ഒത്തിരി മീഡിയാസ് ഉള്ളതുകൊണ്ട് തന്നെ അടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ നമ്മളെ വിട്ടുകൊടുക്കോ? തിയേറ്ററിൽ ചില നടിമാർ വരുമ്പോൾ ബ്ലാക്ക് ഹെഡ്സിന്റെ ഒരു എണ്ണം വലിയൊരു സംഖ്യ തന്നെ കൂടെ ഉണ്ടാവും. പക്ഷേ മീര ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു നടി വളരെ സിമ്പിൾ ആയിട്ടാണ് മൂവ് ചെയ്തത്. ശരിക്കും മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറെ തൊട്ടടുത്ത് കണ്ടത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു ഹായ് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു നല്ല ആക്ടറെ ഫുള്ള് കവർ ചെയ്താണ്, സിനിമയിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും വളരെ പ്രൊട്ടക്ട് ചെയ്താണ് മുൻപോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങളുടെ ക്യാമറക്ക് മുൻപിലേക്ക് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കയ്യൊന്നും അവിടെ വയ്ക്കേണ്ട കാര്യമില്ല. കാരണം മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു നടിക്ക് ഒരു വലിയ റെസ്പെക്ട് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ശരിക്കും പല മീഡിയാസും പുറകിൽ നിന്ന് വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കും. ക്യാമറയ്ക്ക് മുൻപിൽ വന്നിരിക്കുന്ന മീര ജാസ്മിനാണ്. അതും ആദ്യമായിട്ടാണ് നമ്മൾ വെച്ചാണല്ലേ. മക്കളെ സ്റ്റെപ്പാണേ, മക്കളെ സ്റ്റെപ്പാണേ. അപ്പോൾ മീര ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നടിക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് തടസ്സങ്ങളല്ല, പ്രേക്ഷകരുടെ ഒരു തിരക്കാണ്. ക്യാമറ പല തവണയും തട്ടിമാറ്റാൻ നോക്കിയെങ്കിലും നമ്മളെ വിട്ടുകൊടുത്തില്ല. വണ്ടി ഇവിടെ വണ്ടി എവിടെ 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 ഇവിടെ അല്ലേ ചേട്ടാ? ഞങ്ങളൊന്നും ചെയ്യൂല. വണ്ടി 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 മീര ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു നടിയെ അടുത്ത് കണ്ടപ്പോൾ പ്രേക്ഷകർക്കുള്ള ഒരു സന്തോഷത്തിൽ പ്രേക്ഷകർ വലയം ചെയ്ത ഒരു സെൽഫിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു മീര ജാസ്മിനും പിന്നെ ഞാനും.